ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ 10th പ്രിലിംസ് സ്റ്റേജ് 3 ഒരു 25ഓളം ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരി. താരതമ്യേന വീതി കുറവാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു എന്ന്. അപ്പം നമുക്ക് പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇതിന് താരതമ്യേന വീതി കുറവാണ്. ഇതിനെ ഗുജറാത്ത് തീരസമതലമെന്നും കൊങ്കൺ തീരസമതലമെന്നും മലബാർ തീരസമതലം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഈ പടിഞ്ഞാറൻ തീരസമതലത്തിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇനി കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകത നോക്കാം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് കിഴക്കൻ തീരസമതലം. വെസ്റ്റ് ബംഗാളിലുള്ള സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഭാഗമാണ് കിഴക്കൻ തീരസമതലം. ഇതിന് താരതമ്യേന വീതി കൂടുതലാണ്. കോറമണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് എന്നിങ്ങനെ ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഈ കിഴക്കൻ തീരസമതലങ്ങളിൽ നമ്മൾ പറഞ്ഞു വീതി കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെൽറ്റ രൂപീകരണമാണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതേതാണ്? ആൻസർ ഓപ്ഷൻ എ 2 മാത്രമാണ് അതിൽ ഉൾപ്പെടാത്തത്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യ വൈകുണ്ഠസ്വാമികളാണ്. ശരിയായത് ഏതൊക്കെയാണ്? കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച വ്യക്തിയും അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ജനിച്ചത് 1863 ആഗസ്റ്റ് 28 വെങ്ങാനൂര്. വെങ്ങാനൂർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ആളിക്കത്തിയ തീപൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്നത് അയ്യങ്കാളിയെയാണ്. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയെയാണ്. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിലാണ് സ്ഥാപിച്ചത്. അത് 1905 പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാളാണ് 1914. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജനാണ് അയ്യങ്കാളി. 1911 ഇദ്ദേഹം അംഗമായത്. അതിനു പുറമെ തുടർച്ചയായിട്ട് 28 വർഷം ഇദ്ദേഹം ഇതിൽ അംഗമായിരുന്നു. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വില്ലുവണ്ടി സമരം നടത്തിയത്. വില്ലുവണ്ടി സമരം നടത്തിയത് 1893 അയ്യങ്കാളി. അതുപോലെ 1915 അയ്യങ്കാളി നടത്തിയ ലഹളയാണ് 90-ാം ആണ്ട് ലഹള. ഈ 90-ാം ആണ്ട് ലഹളയെ വേറൊരു പേരിൽ അറിയപ്പെടും പുലയ ലഹള എന്നും ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് 90-ാം ആണ്ട് ലഹള തന്നെയാണ്. 1915 തന്നെയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയതും. കല്ലുമാല സമരം നടത്തിയതും 1915 തന്നെയാണ്. കല്ലുമാല സമരത്തെ പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. അതുപോലെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശനം നേടിയ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ് പഞ്ചമി. പിന്നെ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് 1907 ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു സാധുജന പരിപാലിനി. അതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രവും. അതുപോലെ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പിന്നീട് പുലയ മഹാസഭ എന്നാക്കി. അത് 1938 ഇതിനെ പുലയ മഹാസഭ എന്നാക്കിയിട്ടുള്ളത്. അയ്യങ്കാളി അന്തരിച്ചത് 1941 ജൂൺ 18 പുലയ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്
ഗാന്ധിജിയാണ്. 1937 അദ്ദേഹത്തിൻ്റെ 5ാമത്തെ സന്ദർശന വേളയിൽ. അതുപോലെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അതിൻ്റെ ശില്പി ഇസ്ട്രാ ഡേവിഡ് ആയിരുന്നു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010 അയ്യങ്കാളി തപാൽ സ്റ്റാമ്പിൽ വന്നത് 2002 ആഗസ്റ്റ് 12 ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അയ്യങ്കാളിയുടെ സ്മാരകം നിലനിൽക്കുന്നത് ചിത്രകൂടം വെങ്ങാനൂരിലാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആര്? ആൻസർ ഓപ്ഷൻ എ ജോനാഥൻ ഡങ്കൻ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. കൽക്കത്ത മദ്രസ സ്ഥാപിച്ച വാറൻ ഹേസ്റ്റിംഗ് ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി അലിഗഡിലാണ്. 1864 ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ സി പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുക എന്നത് ഇതിൽ ബന്ധപ്പെടാത്തതാണ്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ സന്ധി എന്ന് പറയുന്നത്. 1931 മാർച്ച് 5 ഇതിലെ ഉടമ്പടികളായിരുന്നു നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്നിവ. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 31, 32 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. അതിൽ 2ാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തിയായിരുന്നു ഗാന്ധിജി. ഗാന്ധിജിൻ്റെ കൂടെ അന്ന് സരോജിനി നായിഡുവും കൂടെ പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് 2ാം വട്ടമേശ സമ്മേളനം. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായി പോയത് മദൻ മോഹൻ മാളവ്യ ആയിരുന്നു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രധാന നേതാക്കളാണ് ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹദൂർ സാപ്രോ, MR ജയകർ എന്നിവർ. പുത്രികാ രാജപദവി ഉടൻ നൽകണമെന്ന ഗാന്ധിജിയുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടതും സാമുദായിക പ്രാതിനിധ്യത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയും കാരണം പരാജയപ്പെട്ട സമ്മേളനമാണ് 2ാം വട്ടമേശ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദൻ. 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന ഗ്രാമത്തിലാണ് വാഗ്ബടാനന്ദൻ ജനിച്ചത്. കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ. വാഗ്ബടാനന്ദന്റെ ബാല്യകാല നാമമാണ് കുഞ്ഞിക്കണ്ണൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുപോലെ VK ഗുരുക്കൾ, ബാലഗുരു എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നത് വാഗ്ബടാനന്ദനാണ്. വാഗ്ബടാനന്ദൻ കോഴിക്കോട് തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം 1906 സ്ഥാപിച്ചത്. അതുപോലെ 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചതും വാഗ്ബടാനന്ദൻ തന്നെയാണ്. 1917 വാഗ്ബടാനന്ദൻ ആരംഭിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. 1921 ഇത് പ്രസിദ്ധീകരിച്ചത്. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വ്യക്തമാക്കുന്ന വാഗ്ബടാനന്ദൻ ഒരു കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. 1921 തന്നെയാണ് ഇതും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ. അത് 1927 അദ്ദേഹം പ്രീതിഭോജനം നടത്തിയിട്ടുള്ളത്. വാഗ്ബടാനന്ദൻ ആരംഭിച്ച മാസികകളാണ് ശിവയോഗി വിലാസം 1914, ആത്മവിദ്യ കാഹളം 1929, യജമാനൻ 1939. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ. വാഗ്ബടാനന്ദന്റെ പ്രധാന കൃതികളാണ് ആത്മവിദ്യ, ആത്മവിദ്യാ ലേഖമാല, അധ്യാത്മയുദ്ധം, ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി, മാനസ ചാബല്യം, മംഗള ശ്ലോകങ്ങൾ, പ്രാർത്ഥനാ മഞ്ജരി, ഗാന്ധിയും ശാസ്ത്രവ്യാഖ്യാനവും, കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്നിവയെല്ലാം വാഗ്ബടാനന്ദന്റെ കൃതികളാണ്. വാഗ്ബടാനന്ദൻ അന്തരിച്ചത് 1939
ഒക്ടോബർ 29-നാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. അതാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ആൻസർ ഓപ്ഷൻ എ NS മാധവൻ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് 1993-ലാണ്. ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ്. 5 ലക്ഷമാണ് ഇതിൻ്റെ സമ്മാനത്തുക. രണ്ടാമത് ലഭിച്ചത് തകഴിക്കാണ് 1994. 2023 SK വസന്തനാണ് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത്. 2022 സേതുവിന് സേതുമാധവൻ എന്ന് പറയുന്ന സേതുവിനാണ് ലഭിച്ചത്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P വത്സലക്കാണ്. വയലാർ അവാർഡ് ആദ്യമായി നൽകിയത് 1977-ലാണ്. ഒക്ടോബർ 27-നാണ് ഇത് നൽകുന്നത്. 1 ലക്ഷമാണ് ഇതിൻ്റെ സമ്മാനത്തുക. വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് 1977 ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിന്. 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ അദ്ദേഹത്തിൻ്റെ നോവലായ കാട്ടൂർ കടവ്. 2023 വയലാർ അവാർഡ് ലഭിച്ച ശ്രീ കുമാരൻ തമ്പിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിരുന്ന ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക്. 2022 S ഹരീഷിൻ്റെ മീശ എന്ന കൃതിക്ക്. 2021 ബെന്യാമിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് ഗവർണർ പദവി എടുത്തത്. പബ്ലിക് സർവീസ് കമ്മീഷൻ എടുത്തിട്ടുള്ളത്, ഫെഡറൽ കോടതി എടുത്തിട്ടുള്ളത്, അടിയന്തരാവസ്ഥ എന്നിവ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനിയുടെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം, റിട്ടുകള്, ദ്വിമണ്ഡലസഭ, തെരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, CAG, സ്പീക്കർ എന്നിവ ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. മൗലികാവകാശങ്ങൾ USA നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. ആമുഖവും USA നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ USA നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ USA നിന്നാണ്. ഇംപീച്ച്മെന്റ് USA നിന്നാണ്. ലിഖിത ഭരണഘടന എന്ന ആശയം USA നിന്നാണ്. വൈസ് പ്രസിഡന്റ് എന്ന ആശയം USA നിന്നാണ്. സുപ്രീം കോടതി എന്ന ആശയവും USA നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതികളും റഷ്യയിൽ നിന്നാണ്. അതുപോലെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് കാനഡയാണ്. അവശിഷ്ട അധികാരം എന്നത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. എന്നാൽ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. അതുപോലെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. എന്നാൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും അയർലൻഡിൽ നിന്നാണ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും, റിപ്പബ്ലിക്കും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകൾ ഫ്രാൻസ് ഭരണഘടനയിൽ നിന്നുമാണ് കടം കൊണ്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ്. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകന് അനുഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ പട്ടാളം അറിയപ്പെടുന്നത് നായർ ബ്രിഗേഡ് എന്നാണ്. തിരുവിതാംകൂറിന്റെ നെല്ലറ നാഞ്ചിനാട്.
കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചട്ടവരിയോലകള്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം 1741 ആഗസ്റ്റ് 10. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നു ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതും ഡിലനോയിനെയാണ്. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ്, തമിഴ്നാട്. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് 1746 പുറക്കാട് യുദ്ധത്തിലൂടെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1729 1758 കാലഘട്ടത്തിലാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയെയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടതും മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അഥവാ ബജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3 മകരം 5 925 ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. 1758 മുതൽ 1798 വരെയാണ് അദ്ദേഹം ഭരണം നടത്തിയത്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യം എന്നായിരുന്നു. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും കേരള ആക്രമണ സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ധർമ്മരാജാവായിരുന്നു. തിരുവിതാംകൂറിലെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്. ബാലരാമഭാരതം എഴുതിയതും ധർമ്മരാജാവാണ്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ധർമ്മരാജയാണ്. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവും ധർമ്മരാജാവാണ്. കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെടുന്നതും ധർമ്മരാജാവാണ്. നെടുങ്കോട്ട പണി കഴിപ്പിച്ച രാജാവും ധർമ്മരാജാവാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അംഗീകാരം നൽകിയ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീ മൂലം തിരുനാളാണ് 1895. സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, പുരാവസ്തു വകുപ്പ് എന്നിവ ആരംഭിച്ചതും ശ്രീ മൂലം തിരുനാളാണ്. ശ്രീ മൂലം തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1885 മുതൽ 1924 വരെയാണ്. മലയാളി മെമ്മോറിയൽ, ഒന്നാം ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ശ്രീ മൂലം തിരുനാളിനാണ്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീ മൂലം തിരുനാളാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന സമയത്തെ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള് പണി കഴിപ്പിച്ചതും ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. ആധുനിക കൊച്ചിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്. കൊച്ചി ഭരിച്ച പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ എന്ന പേരിൽ കൊച്ചിയിൽ ഭരണം നടത്തിയത് രാമവർമ്മ 9ാമനായിരുന്നു. കൊച്ചിയിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് ശക്തൻ തമ്പുരാനാണ്. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നതും ശക്തൻ തമ്പുരാനെയാണ്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ പട്ടണം സ്ഥാപിച്ച ഭരണാധികാരിയും ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് ശക്തൻ തമ്പുരാന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, ഹാങ്കാങ്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാങ്കാങ്ങിനാണ് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അവരുടെ പ്രശസ്തമായ നോവലാണ് ദ വെജിറ്റേറിയൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ
മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. എന്നാൽ ഈ അധികാരങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റാണ്. രാഷ്ട്രത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് പ്രസിഡന്റിനെയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനും രാഷ്ട്രപതി തന്നെയാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം വഴിയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. അതുപോലെ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. എന്നാൽ രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ഇവയെല്ലാം തെറ്റാണ്. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 52 സെക്കൻഡാണ്. 51 അല്ല, 52 സെക്കൻഡാണ്. അതിൻ്റെ ഹ്രസ്വരൂപത്തിന് 20 സെക്കൻഡാണ് ദൈർഘ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനന്തരവളായ സരളാദേവി ചൗധരാണിയാണ് ഇത് ആദ്യമായിട്ട് ആലപിച്ചത്. ബംഗാളി കവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂറാണ്. ദേശീയ ഗാനത്തിൻ്റെ രാഗം ശങ്കരാഭരണമാണ്. ബംഗാളി ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ടാഗോറാണ് എഴുതിയിട്ടുള്ളത്. 1950 ജനുവരി 24 ദേശീയ ഗാനത്തെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ കരിമീൻ. കേരളത്തിലെ ഔദ്യോഗിക മൃഗം ആന. എൻ്റെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ ബ്യൂക്കറസ് ബിക്കോണിയസ്. ഔദ്യോഗിക മത്സ്യം കരിമീൻ എട്രോപ്ലസ് സുരറ്റൻസിസ്. ഔദ്യോഗിക വൃക്ഷം തെങ്ങ് കൊക്കോസ് ന്യൂസിഫറ. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കാഷ്യ ഫിസ്റ്റുല. ഔദ്യോഗിക പാനീയം ഇളനീർ. കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം ബുദ്ധമയൂരി. ഔദ്യോഗിക ഫലം ചക്ക ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായർ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന വരികൾ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. വനപ്രദേശം ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ. കുറവ് ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല വയനാട്. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം. കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയാണ്. ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ചാണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളുള്ള ജില്ലകളുടെ എണ്ണം 9. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള
സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ എ ഇന്ദിര പോയിന്റ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഇന്ദിര കോൾ ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിര പോയിന്റ്. ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റം എന്ന് പറയുന്നതും ഇന്ദിര പോയിന്റ് തന്നെയാണ്. ഇതിനെ പിഗ്മാലിയൻ പോയിന്റ് എന്നും പാർസൺ പോയിന്റ് എന്നും അറിയപ്പെടുന്നു. ഇത് ഗ്രേറ്റ് നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബുത്തു അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുവാർമോത്തി ഗുജറാത്തിലാണ്. എന്നാൽ ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരി തമിഴ്നാട്ടിലാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. എന്നാൽ ആൻഡമാനെ കൂടി ഉൾപ്പെടുത്തിയാൽ അത് ഇന്ദിര പോയിന്റ് വരെയാണെങ്കിൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി പറയുന്നത് 6 ഡിഗ്രി 45 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ചോദിച്ചാൽ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 32,14 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 29,33 കിലോമീറ്ററാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാന്, നേപ്പാള്, ഭൂട്ടാന്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്സ് എന്നിവ. എന്നാൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ചൈന, നേപ്പാള്, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലുള്ള 2 അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലദ്വീപും. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡിക്ലിഫ് രേഖ എന്നറിയപ്പെടുന്നു. ഇന്ത്യ ചൈന അതിർത്തി മക്മോഹൻ രേഖ എന്നറിയപ്പെടുന്നു. ഇന്ത്യ ശ്രീലങ്കൻ അതിർത്തി പാക് കടലിടുക്കാണ്. ഇന്ത്യ മാലദ്വീപ്സ് 8 ഡിഗ്രി ചാനലാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് അതിർത്തി രേഖ ഡ്യൂറൻഡ് രേഖ എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്താണ് പാറശാല. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലവും പാറശാലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ഭൂതല ഛായാഗ്രഹണം. വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ക്യാമറയോ സ്കാനറുകളോ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെയാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഭൂതല ഛായാഗ്രഹണം, മറ്റൊന്ന് ആകാശീയ വിദൂര സംവേദനം, മറ്റൊന്ന് ഉപഗ്രഹ വിദൂര സംവേദനം എന്നിങ്ങനെ. ഭൂതല ഛായാഗ്രഹണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂപ്രതലത്തിൽ നിന്നോ അതിലെ ഉയർന്ന തലങ്ങളിൽ നിന്നോ ഭൗമോപരിതലത്തിലെ ചിത്രങ്ങൾ എടുക്കുന്നതിനെയാണ് ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ ഉണ്ടല്ലോ, സാധാരണ ഫോട്ടോ എടുക്കുന്നത് അത്. ഈ ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലൂണുകളിലോ വിമാനങ്ങളിലോ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറ ഉപയോഗിച്ചിട്ട് ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നതിനെയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനം ഉപയോഗിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ തുടർച്ചയായുള്ള ചിത്രങ്ങൾ ലഭ്യമാകുന്നു എന്നത് ആകാശീയ വിദൂര സംവേദനത്തിൻ്റെ ഒരു മേന്മയാണ്. അടുത്തത് ഉപഗ്രഹ വിദൂര സംവേദനമാണ്. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ വഴി വിവരം ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പോൾ ഇതിനെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയുടെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ അകലെയാണ്. ഭൂമിയുടെ 1/3 ഭാഗത്തെ നിരീക്ഷണ പരിധിയിൽ വരുത്തുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തിനെ അഭിമുഖീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി വ്യത്യാസം മനസ്സിലാക്കുന്നതിനുമാണ് പ്രധാനമായിട്ടും ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലയം വെക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഇവയുടെ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്ന്
1000 കിലോമീറ്ററിന് താഴെയായിട്ടാണ്. അതുപോലെ തന്നെ ഇവയ്ക്ക് കുറഞ്ഞ നിരീക്ഷണ പരിധി ഉണ്ടാവുള്ളൂ. പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരം സാധ്യമാക്കുന്നത് പ്രത്യേകതയാണ്. പിന്നെ പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം എന്നിവയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സൗരസ്ഥിത ഉപഗ്രഹങ്ങളെയാണ്. ഇൻസാറ്റ് ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. IRS ശ്രേണിയിലുള്ള ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആൻസർ ഓപ്ഷൻ സി, കാഞ്ചൻജംഗ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. അത് ഹിമാലയത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയാണ്. ഇത് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8848 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ അഗസ്റ്റിൻ അഥവാ മൗണ്ട് K2. 8611 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഇത് സ്ഥിതി ചെയ്യുന്നത് പാക് അധിനിവേശ കാശ്മീരിലാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ്. 8586 മീറ്ററാണ്. ഇത് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. അതിന് 7816 മീറ്റർ ഉയരമുണ്ട്. ഇത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും ആനമുടിയാണ്. ആനമുടി വ്യാപിച്ചിരിക്കുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാലും അത് ആനമുടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി, 1949 ജൂലൈ 1. ഒരേ ഭാഷ സംസാരിച്ചിരുന്നുവെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലയിലായിരുന്നു. എന്നാൽ 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചിട്ട് 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. ഇതിൽ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശൻ എന്ത് ചെയ്തു? അധ്യക്ഷം വഹിച്ചു. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യകേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യകേരള സമ്മേളനത്തിലും ഐക്യകേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് എന്ത് ചെയ്തു? EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിലൂടെ സൂചിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങൾ ശക്തമായി. അതിനെ തുടർന്നിട്ട് എന്ത് ചെയ്തു? കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ രൂപീകരിച്ചു. കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ എന്ത് ചെയ്തു? മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുകയും തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളം രൂപീകരിച്ചു. 1956 കേരളം രൂപീകരിക്കുമ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. 1984 മെയ് 24 കാസർഗോഡ് രൂപീകൃതമായത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കേരളം രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, 1917
ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ സി ചമ്പാരൻ. അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918 പ്രദേശം ഗുജറാത്താണ്. 1917 അഹമ്മദാബാദിൽ പ്ലേഗ് രോഗം പിടിപെട്ടു. ഇത് ജനസംഖ്യയുടെ 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% ബോണസായിട്ട് നൽകി. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനൊരു സംവിധാനം ഏർപ്പെടുത്തിയത്. ഒന്നാം ലോകയുദ്ധം കൊണ്ടുണ്ടാക്കിയ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ ഇത് തൊഴിലാളികളെ സഹായിച്ചു. എന്നാൽ ഈ രോഗഭീതി ഒഴിഞ്ഞോടുകൂടെ ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിലേക്ക് നയിച്ചത്. ഖേദയിലെ കർഷക സമരം 1918 ഖേദ എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിലാണ്. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേദയിലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി എന്ത് ചെയ്തു? ഇടപെട്ടതാണ് ഖേദ സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. ആൻസർ ബി പശ്ചിമ അസ്വസ്ഥത എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസർ കീയിൽ കൊടുത്തത്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇതിന് പുറമെ പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ സി 22. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ആൻസർ ഓപ്ഷൻ സി 9. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ശരിയുള്ളത്. ഒന്നെന്താ പറയുന്നത്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. മൂന്നാമത്തെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇപ്പോൾ രണ്ടിനെന്താ തെറ്റുണ്ടായത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. 70 വയസ്സാണ്, 65 വയസ്സല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 6 ചെയർമാനും 5 അംഗങ്ങളുമാണ്. അതിൽ ഒരു വനിത നിർബന്ധമാണ്. അംഗങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ, ചെയർമാന് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കും. രണ്ടാമത്തെ വ്യക്തി സുപ്രീം കോടതിയിലെ നിലവിലുള്ളതോ വിരമിച്ചതോ ആയ വ്യക്തിയായിരിക്കണം. മൂന്നാമത്തെ വ്യക്തി ഹൈക്കോടതിയിലെ നിലവിലുള്ളതോ വിരമിച്ചതോ ആയ വ്യക്തി. നാലാമത്തത് 3 മനുഷ്യാവകാശ പ്രവർത്തകരാണ്. അതിലാണ് ഒരു വനിത നിർബന്ധം എന്ന് പറയുന്നത്. ഇനി അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഈ സെലക്ഷൻ കമ്മിറ്റിയിലും 6 അംഗങ്ങളുണ്ട്. 1 പ്രധാനമന്ത്രി, 2 ആഭ്യന്തരമന്ത്രി, 3 ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, 4 രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, 5 ലോകസഭാ സ്പീക്കർ, 6 രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം അത്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്, വനിതാ കമ്മീഷൻ ചെയർമാന്, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന്, പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാന്, ബാലാവകാശ കമ്മീഷൻ ചെയർമാന്, അംഗവൈകല്യമുള്ളവരുടെ കമ്മീഷൻ ചെയർമാന്. 2019 ഭേദഗതി അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ 3 വർഷത്തിന് ശേഷം വീണ്ടും ചെയർമാനായി നിയമിക്കപ്പെടാനും അംഗങ്ങൾക്ക് വീണ്ടും അംഗങ്ങളായി നിയമിക്കപ്പെടാനും യോഗ്യരാണ് എന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്.
കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന വാർഷിക റിപ്പോർട്ട് സർക്കാർ ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും കൈമാറുകയാണ് ചെയ്യുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്രയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാന് അലക്സാണ്ടർ തോമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് USA നിന്നാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 തരത്തിലുള്ള മൗലികാവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ അവകാശം സമത്വത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 2, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് പ്രതിപാദിക്കുന്നത്. 3, ചൂഷണത്തിനെതിരായുള്ള അവകാശം ആർട്ടിക്കിൾ 23 to 24 പറയുന്നത്. 4, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 to 28. 5, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ആർട്ടിക്കിൾ 29 to 30. 6, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. അത് 44-ാം ഭേദഗതി പ്രകാരം 1978 ഇതിനെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ആ സമയത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. ആ സമയത്തെ ഗവൺമെൻറ് ജനതാ ഗവൺമെൻറ് ആയിരുന്നു. ഇന്ന് നിലവിൽ സ്വത്തവകാശം 300A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് 12ാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. അത് സ്വീകരിച്ചിട്ടുള്ളത് 24 ജനുവരി 1950. വന്ദേ മാതരം എഴുതിയിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതിന് മ്യൂസിക് നൽകിയിട്ടുള്ളത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഇതെടുത്തിട്ടുള്ളത്. ആനന്ദമഠം എഴുതിയിട്ടുള്ളത് 1882. ഇത് ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത് 1896 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. വന്ദേ മാതരം 1896 INC സമ്മേളനത്തിൽ ആദ്യമായി ആലപിച്ച രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇതിൻ്റെ രാഗം ദേശ് രാഗമാണ്. ഇത് ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡാണ്. വന്ദേ മാതരം ആലപിച്ച സമയത്ത് INC പ്രസിഡന്റ് റഹ്മത്തുള്ള സയാനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മാൻഡമസ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി
കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ടുകൾ എന്ന് പറയുന്നു. 5 തരത്തിലുള്ള റിട്ടുകളാണുള്ളത്. ഹേപ്പിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറന്റോ, പ്രൊഹിബിഷൻ, ഷെർഷോററി എന്നിങ്ങനെ. ഭരണഘടനയുടെ 32-ാം വകുപ്പ് അനുസരിച്ച് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. എന്നാൽ ഭരണഘടനയുടെ 226-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32-ാം അനുച്ഛേദമാണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചതും 32-ാം അനുച്ഛേദത്തെയാണ്. നിയമവിധേയമല്ലാത്ത തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേപ്പിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേപ്പിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേപ്പിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോവാറന്റോ. കോവാറന്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അധികാരം എന്നാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള റിട്ടാണ് കോവാറന്റോ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണയെ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷന്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഷെർഷോററി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി 3. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. ഇവ കാവേരി നദിയുടെ പോഷക നദികളാണ്. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി. കേരളത്തിൽ ഇത് 58 കിലോമീറ്ററാണ് ഒഴുകുന്നത്. കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി നദി. ബാണാസുര ഡാം സ്ഥിതി ചെയ്യുന്നതും കബനി നദിയിലാണ്. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ 37.5 കിലോമീറ്ററാണ് ഭവാനി പുഴ ഒഴുകുന്നത്. ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികളാണ് ശിരുവാണിയും വരകാറും. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് ഭവാനിയും പാമ്പാറും. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏറ്റവും ചെറുതാണ് പാമ്പാറ്. 25 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാറ്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാറ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഒഴുകുന്ന നദി തൂതപ്പുഴ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി കല്ലട. കൊല്ലം ജില്ലയിലാണ് കല്ലട. കേരളത്തിലെ ഏറ്റവും പഴയ ജലസേചന പദ്ധതി പീച്ചിയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയാണ്. പൊതുജന പങ്കാളിത്തത്തോടു കൂടി കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ് കോഴിക്കോട്. സ്വന്തമായി ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരുമണ്ണ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി പാലക്കാട്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് 1985 സെപ്റ്റംബർ 7. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാടാണ്.
സൈലന്റ് വാലിയിൽ വംശനാശം സംഭവിച്ച സിംഹവാലൻ കുരങ്ങുകൾ ആണ് സംരക്ഷിക്കപ്പെടുന്നത്. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007 അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികൾ ജനിച്ച ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ആഗസ്റ്റ് 25. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് 25 സംസ്ഥാന ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂര് കണ്ണൻമൂല തിരുവനന്തപുരത്താണ്. ചട്ടമ്പി സ്വാമികളുടെ ഭവനത്തിൻ്റെ പേര് ഉള്ളൂർക്കോട് തറവാടാണ്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു. മറ്റൊരു ഗുരുവായിരുന്നു തൈക്കാടയ്യ. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവേശ്വരത്ത് വെച്ചിട്ടാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ്. ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892 വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം, ആദിഭാഷ, അദ്വൈത ചിന്താപദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, അദ്വൈത പഞ്ചരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം എന്നിവയെല്ലാം ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നാണ്. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളെല്ലാം അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നും കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നെല്ലാം അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. ചട്ടമ്പി സ്വാമികൾ മഹാസമാധി പ്രാപിച്ചപ്പോൾ ആദരമർപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് സമാധി ശ്ലോകങ്ങൾ. എന്നാൽ PSCയിൽ അധികവും നവമഞ്ജരി എന്നാണ് ഉത്തരം കൊടുക്കാറുള്ളത്. ചട്ടമ്പി സ്വാമികളുടെ സമാധിയായത് 1924 മെയ് 5 പത്മന കൊല്ലത്തിലാണ്. സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പത്മന കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഫസൽ അലി. മറ്റംഗങ്ങളായിരുന്നു സർദാർ KM പണിക്കർ, HN കുൻസ്രു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1956 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് VP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് പട്ടേലിനെ സഹായിയായിരുന്ന മലയാളിയാണ് VP മേനോന്.